ഈശോയിൽ സ്നേഹമുള്ളവരെ, മാലാഖമാരുടെ അപ്പത്തിലേക്ക് സ്വാഗതം. നമ്മൾ പ്രവേശക പ്രദക്ഷിണത്തെക്കുറിച്ചും സാങ്ച്വറിയെക്കുറിച്ചുമായിരുന്നു സംസാരിച്ചത്. പ്രവേശക പ്രദക്ഷിണം സാങ്ച്വറിയിൽ പ്രവേശിച്ചതിന് ശേഷം കാർമികൻ ആദ്യം ചെയ്യുക അൾത്താരയെ വണങ്ങുന്നതാണ്. 3 രീതിയിലാണ് കാർമികൻ അൾത്താരയോടുള്ള വണക്കം പ്രകടിപ്പിക്കുന്നത്. 1, അൾത്താരയെ വണങ്ങുന്നു. 2, അൾത്താരയെ ചുംബിക്കുന്നു. 3, അൾത്താരയെ ധൂപിക്കുന്നു. നമ്മൾ കാണുകയുണ്ടായി, ക്രിസ്തു സഭയുടെ മൂലക്കല്ലായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ അൾത്താര നമ്മുടെ ദേവാലയം മുഴുവൻ സാർവത്രികമായ സഭയെ സൂചിപ്പിക്കുന്നു. ആ ദേവാലയത്തിൻ്റെ മൂലക്കല്ല് അൾത്താരയാണ്. ശിരസ് നമിച്ചുകൊണ്ടുള്ള ഒരു വണക്കം എപ്പോഴും സൂചിപ്പിക്കുക ഒരു വ്യക്തിക്കോ ആ വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രതീകത്തിനോ നമ്മൾ നൽകുന്ന ആദരവും ബഹുമാനവുമാണ്. ഇവിടെ അൾത്താര ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് അൾത്താരയെ നമിക്കുന്നതും അൾത്താരയെ വണങ്ങുന്നതും നമ്മൾ ക്രിസ്തുവിന് നൽകുന്ന ആരാധനയും വണക്കവും തന്നെയാണ്. അൾത്താരയെ ചുംബിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവവുമായി ഇസ്രായേൽ ജനം ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി മോശ ഒരു അൾത്താര ഒരുക്കുന്നതും ആ അൾത്താരയെ ബലിമൃഗത്തിൻ്റെ രക്തം ഉപയോഗിച്ച് അഭിഷേചനം ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ദേവാലയത്തിലെ അൾത്താരകൾ അത് പ്രതിഷ്ഠിക്കുമ്പോൾ അത് വിശുദ്ധ ജലം കൊണ്ട് തളിക്കപ്പെടുകയും തൈലം കൊണ്ട് അഭിഷേചനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമാണ് നമ്മുടെ അൾത്താരകൾ പ്രതിഷ്ഠിക്കപ്പെടുക. അപ്പോൾ അഭിഷേകം ചെയ്യപ്പെടുക, ടു അനോയിന്റ്, ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ, അഭിഷേചനം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ അൾത്താരകൾ അഭിഷേകം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് എപ്രകാരം കൂടുതൽ ആഴമായി ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ആൾത്താരെ ചുംബിക്കുമ്പോൾ തികച്ചും ഭക്ത്യാദരപൂർവ്വം നമ്മൾ ക്രിസ്തുവിന് നൽകുന്ന ആ സ്നേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് അൾത്താരയെ ചുംബിക്കുക എന്നുള്ളത്. 3, അൾത്താരയെ ധൂപിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ സ്വർഗത്തിൽ നടക്കുന്ന സ്വർഗീയ ആരാധനയുടെ ഒരു വിവരണമാണ് വെളിപാടിൻ്റെ ഓതർ നമുക്ക് നൽകുന്നത്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുൻപിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുൻപിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കപ്പെടാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. കുന്തിരിക്കം, പരിമളദ്രവ്യം. അപ്പോൾ ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ തന്നെ ധൂപം ഉപയോഗിക്കുന്നുണ്ട്. ആ ധൂപം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആ പരിമളദ്രവ്യങ്ങളുടെ പുകച്ചുരുളുകൾ അത് ആകാശത്തേക്ക് ഉയരുന്നത് അവിടെയുള്ള വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ആകാശത്തേക്ക് ഉയരുന്നതിൻ്റെ പ്രതീകം പോലെയാണ്. അപ്പോൾ ധൂപം ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന നമ്മുടെ പ്രാർത്ഥനയെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ വ്യക്തമാകുന്നത് വെളിപാടിൻ്റെ പുസ്തകം വീണ്ടും 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശവും കയ്യിലേന്തിയിരുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകളെയാണ് ഈ ധൂപം പ്രതിനിധാനം ചെയ്യുന്നത്.
അത് സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ കാണുന്നു. 114 സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. അപ്പോൾ ധൂപം, എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായിട്ട് ഉയരട്ടെ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ധൂപവും ചുംബനവും അൾത്താരയുടെ വണക്കവും നമ്മൾ നമ്മുടെ കർത്താവും നാഥനും രക്ഷകനുമായ യേശുക്രിസ്തുവിന് നൽകുന്ന ആരാധനയുടെ വലിയ പ്രതീകം തന്നെയാണ്. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.